കേന്ദ്ര കമ്മിറ്റി പരാജയമെന്ന് സിപിഎം പാർട്ടി കോൺഗ്രസിൽ വിമർശനം. പിണറായി സർക്കാരുകളുടെ വികസന നേട്ടങ്ങൾ ഉത്തരേന്ത്യയിൽ എത്തുന്നില്ല എന്ന് പ്രതിനിധികൾ. നേട്ടങ്ങൾ ഉത്തരേന്ത്യയിൽ എത്തിക്കാൻ കേന്ദ്ര കമ്മിറ്റിക്ക് കഴിയുന്നില്ല എന്നാണ് വിമർശനം വരുന്നത്. തുടർച്ചയായി ഭരണം നേടിയത് കേരളത്തിലെ പാർട്ടിയുടെ വിജയമെന്നാണ് ജാർഖണ്ഡിൽ നിന്നുള്ള പ്രതിനിധികൾ പ്രശംസിച്ചത്. അതേസമയം പാർട്ടിയിൽ കൂടുതൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് തെലങ്കാനയിൽ നിന്നുള്ള പ്രതിനിധികൾ വിമർശിക്കുകയും ചെയ്തു. കണ്ണൻ നായർ നൽകും വിവരങ്ങൾ. കണ്ണൻ, റിപ്പോർട്ടിന്മേലുള്ള ഈ ചർച്ചകളിൽ എന്തൊക്കെയാണ് ഈ ദിവസം അവസാനം സമയങ്ങളിലേക്ക് എത്തുമ്പോൾ ഉരുത്തിരിയുന്നത്? പ്രത്യേകിച്ച് കേന്ദ്ര കമ്മിറ്റിയുടെ പരാജയം എന്ന നിലയിലേക്കുള്ള വ്യാഖ്യാനം, അത് ഉത്തരേന്ത്യയിലേക്കുള്ള പാർട്ടിയുടെ വേരുകൾ അത് ഇല്ലാതാകുന്നു, പാർട്ടി അവിടെയൊക്കെ ശോഷിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കൊക്കെ അംഗങ്ങൾ കടക്കുകയാണോ? എന്തൊക്കെ വിമർശനങ്ങൾ, മറ്റു കാര്യങ്ങൾ ഉണ്ടായില്ല? ഇന്ന് നടന്ന പൊതുചർച്ചയിൽ കൂടുതലായി കേന്ദ്ര കമ്മിറ്റിക്ക് വിമർശനവും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്, കേരള സർക്കാരിന് അഭിനന്ദനവുമാണ് ഉണ്ടായത്. ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രതിനിധിയാണ്. അവർ പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റി പൂർണ്ണ പരാജയമാണ്. പിണറായി സർക്കാരിന്റെയും വികസന നേട്ടങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് എത്തിച്ചാൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വിജയം നേടാനും അവിടെ ഭരണങ്ങൾ നേടാനും സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞത്. ജാർഖണ്ഡിൽ നിന്നുള്ള പ്രതിനിധി അതിന് മുമ്പാണ് സംസാരിച്ചത്. അവർ പറഞ്ഞത് കേരളത്തിന്റെ വികസന നേട്ടം, അല്ലെങ്കിൽ കേരളത്തിന്റെ തുടർച്ചയായി 2 തവണ അധികാരത്തിൽ വന്ന ഏറ്റവും അഭ്യന്തരമായിട്ടുള്ള കാര്യമാണ്. അത് സംസ്ഥാനത്തെ പാർട്ടിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനം മറ്റുള്ള സംസ്ഥാനങ്ങളിലും വ്യാപിപ്പിക്കണം. ബംഗാളിലും ത്രിപുരയിലും അടക്കം ഭരണത്തിൽ തിരിച്ചു വരാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സാധിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഒപ്പം തന്നെ തെലങ്കാനയിൽ നിന്നുള്ള പ്രതിനിധി സ്വയം വിമർശനമായിട്ടാണ് കാര്യങ്ങൾ പൊതുചർച്ചയിൽ ഉന്നയിച്ചത്. അതിൽ പറഞ്ഞത് സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതലായി പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, അതൊരു പരാജയം തന്നെയാണ്. ഒപ്പം തന്നെ ഈ തെലങ്കാനയിൽ LDF, അതായത് CPI അടക്കമുള്ള ഇടത് പാർട്ടികളെ കൂട്ടിച്ചേർത്ത് LDF എന്ന് പറയുന്ന ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. 2 തവണ അതിന്മേലുള്ള ചർച്ചകൾ നടന്നു. എന്നാൽ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല.